ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ ലുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ ചീപ്പ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ പാർട്ടീഷൻ എടുക്കാം. എൻ്റെത് സൈഡ് പാർട്ടീഷനാണ്, അതുകൊണ്ടാണ് ഞാൻ സൈഡ് പാർട്ടീഷൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അങ്ങനെയുള്ള പാർട്ടീഷൻ എടുക്കുക. അങ്ങനെ പാർട്ടീഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൈറ്റ് സൈഡിലെ ഹെയറിൽ നിന്നാണ് ഫസ്റ്റ് തുടങ്ങാൻ പോകുന്നത്. റൈറ്റ് സൈഡിലെ ഹെയർ കുറച്ച് വീതം എടുക്കുക. വേറെ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്കാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. ഇതുപോലെ കുറച്ച് ഹെയർ എടുത്തിട്ട് നമുക്കതിനെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി എടുക്കണം. നന്നായിട്ട് ചുരുട്ടരുത്. നമുക്കാണെങ്കിൽ ലാസ്റ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ലൂസായിട്ട് ആ ഒരു സെക്ഷൻ മാത്രം ഒന്ന് ചുരുട്ടി കൊടുക്കാം. അതുപോലെ തന്നെ താഴത്തുനിന്നും നമുക്കാണെങ്കിൽ വീണ്ടും അടുത്ത സെക്ഷൻ എടുക്കണം. ഇതുപോലെ വേണം ചുരുട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്കൊരു നീറ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അടുത്തതായിട്ട് വീണ്ടും ഞാൻ കുറച്ച് സെക്ഷൻ എടുക്കുകയാണ്. അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു 4 സെക്ഷനാണ് ഞാൻ താഴോട്ടേക്ക് എടുക്കുന്നത്. ഇതുപോലെ തന്നെ ചുരുട്ടി കൊടുത്തിട്ട് നമുക്ക് മുകളിലത്തെ സെക്ഷൻ്റെ കൂടെ ചേർത്ത് ഒന്ന് ഫിക്സ് ചെയ്ത് ജസ്റ്റ് ഒരു മടക്കൊന്ന് മടക്കാം. അതുപോലെ തന്നെ അടുത്ത് വീണ്ടും എടുക്കുക. ഇങ്ങനെ 4 സെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ് ഈ ഒരു സൈഡിൽ നിന്ന്. അപ്പോൾ ഈ ഒരു സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെയർ പിൻ യൂസ് ചെയ്യാം. ഇനി സെയിം തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും ചെയ്യാം. ഞാൻ സൈഡ് പാർട്ടീഷനാണ് എടുത്തതുകൊണ്ട് എനിക്കാണെങ്കിൽ അവിടെ ഒരു 4 ഫോൾഡ് എടുക്കാനുള്ള ഹെയർ കിട്ടത്തില്ല, സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹെയർ കിട്ടത്തില്ല. ഒരു 3 സെക്ഷൻസാണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്നത്. ആ സെയിം നമ്മൾ റൈറ്റ് സൈഡ് ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും ചെയ്ത് കൊടുക്കുക. ഫോൾഡാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ പിൻ എടുക്കുക, സെക്യൂർ ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഞാൻ എൻ്റെ 2 സൈഡിൽ നിന്നും കുറച്ച് ബേബി ഹെയർസൊക്കെ എടുത്ത് ഇടുവാണ്. ഇനി നമുക്ക് കുറച്ച് പഫിയായിട്ട് തോന്നിക്കണമെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് പുൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി 2 സൈഡിലുള്ള ഹെയർസ് എടുത്തിട്ട് നമുക്ക് ഒരു ക്ലിപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.